ടൊമാറ്റോ കെച്ചപ്പ് കഴിക്കുന്നത് അപകടമാണോ? മാഗിയോ പിസ്സയോ ചപ്പാത്തിയോ ആകട്ടെ, എന്തിനൊപ്പവും കെച്ചപ്പ് കഴിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ ഈ കെച്ചപ്പ് മൂത്രത്തിൽ കല്ലുകൾ ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് കാരണമായേക്കാമെന്ന് നിങ്ങൾക്കറിയാമോ? വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോർട്ട്. തക്കാളിയല്ലേ, അത് പ്രോസസ്സ് ചെയ്തെടുത്തതല്ലേ എന്നൊക്കെ സമാധാനിക്കാമെങ്കിലും തക്കാളി കെച്ചപ്പ് ആകുമ്പോൾ അടിമുടി മാറും. ഉയർന്ന അളവിൽ പഞ്ചസാര, ഉപ്പ്, പ്രിസർവേറ്റീവുകൾ, കോൺ സിറപ്പ് എന്നിവയൊക്കെ അടങ്ങിയിരിക്കുന്ന കെച്ചപ്പ് ആരോഗ്യം നശിപ്പിക്കും എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കെച്ചപ്പിൽ അടങ്ങിയിരിക്കുന്ന കണ്ടൻസ് ചെയ്ത വിനാഗിരി ജനിതകമാറ്റം വരുത്തിയ ഒരുതരം ചോളത്തിൽ നിന്നുണ്ടാക്കുന്നതാണ്. പ്രാണികളെയും മറ്റ് ജീവികളെയും അകറ്റാൻ ഈ ചോളത്തിൽ അമിത രീതിയിൽ കീടാശിനികൾ ഉപയോഗിക്കുന്നുമുണ്ട്. ഇതാണ് കെച്ചപ്പ് അമിതമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് അനാരോഗ്യമെന്ന് പറയാനുള്ള ഒരു കാരണം. ദീർഘകാലം പതിവായുള്ള കെച്ചപ്പ് ഉപയോഗം പ്രമേഹത്തിനും പൊണ്ണത്തടിക്കും കാരണമാകും. ഷുഗർ അഥവാ സൂക്രോസിനേക്കാളും ദോഷകരമായ ഫ്രക്ടോസാണ് ഇതിൽ ഉള്ളത്. ശരീരഭാരം കൂടാനും ഇൻസുലിൻ പ്രതിരോധനത്തിനും ഇത് കാരണമാകുന്നു. ഒരു ടേബിൾ സ്പൂൺ കെച്ചപ്പിൽ 160 മില്ലിഗ്രാം എന്ന തോതിൽ ഉപ്പ് അടങ്ങിയിരിക്കുന്നു. ഒരു ദിവസം ആവശ്യമുള്ള ഉപ്പിൻ്റെ 8% ഇത് കൂടുതലാണ്. ഉയർന്ന രക്തസമ്മർദ്ദം, ശരീരത്തിലെ ധാതുക്കളുടെ അസന്തുലനം ഇവയ്ക്കെല്ലാം ഇത് കാരണമാകും. ടൊമാറ്റോ കോൺസെൻട്രേറ്റ് ചെയ്ത തക്കാളിയാണ് കെച്ചപ്പ് ഉണ്ടാകാൻ ഉപയോഗിക്കുന്നത്. കോൺസെൻട്രേറ്റ് തക്കാളി എന്ന് പറയുമ്പോൾ പാകം ചെയ്ത തക്കാളി എന്നു കരുതിയെങ്കിൽ തെറ്റി. പാകം ചെയ്ത തക്കാളി എന്നത് ശരി തന്നെ, എന്നാൽ എത്രത്തോളം പാകം ചെയ്തു എന്നതാണ് പ്രധാനം. തക്കാളിയിലെ കുരുവും തൊലിയും നീക്കം ചെയ്ത് ഏറെ നേരം ഉയർന്ന ചൂടിൽ വേവിക്കുന്നതാണ് രീതി. തക്കാളിയിലുള്ള വിറ്റമിനുകളും മിനറലുകളും ഇത്തരത്തിൽ നഷ്ടപ്പെടുകയും തക്കാളിയിലൂടെ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കാതെ പോവുകയും ചെയ്യുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രോട്ടീൻ, നാരുകൾ, ജീവകങ്ങൾ, ധാതുക്കൾ ഇവയൊന്നും കെച്ചപ്പിലില്ല. ഭക്ഷണത്തിൻ്റെ രുചി കൂട്ടും എന്നതിനപ്പുറം ഒരു ആരോഗ്യ ഗുണവും ഇതിൽ നിന്ന് ലഭിക്കുന്നില്ല. ആരോഗ്യകരമായ കെച്ചപ്പ് അഥവാ സോസ് കഴിക്കണമെങ്കിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കേണ്ടി വരും. കുറച്ച് സമയം ചെലവഴിച്ചാൽ കൃത്രിമ വസ്തുക്കൾ ഒന്നും ചേർക്കാതെ രുചികരമായ സോസ് തയ്യാറാക്കാവുന്നതേയുള്ളൂ. ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട്. കൂടുതൽ വീഡിയോകൾ കാണുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും. എത്നിക് ഹെൽത്ത് കോട്ട്, ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്.